എല്ലാവർക്കും നമസ്കാരം. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കേരളത്തിലെ കീഴാളി ജനങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ഗാനരൂപത്തിൽ അവതരിപ്പിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി പിന്നീട് കീഴാളി ജനങ്ങൾക്ക് ദൈവതുല്യനായി മാറി. അത്തരം വ്യക്തികളെ കുറിച്ച് ഇന്ന് നമുക്ക് PSC പഠിപ്പിരിൽ നമുക്ക് സംസാരിക്കാം. നിങ്ങളോടൊപ്പം ശ്രീധർ. PSC പഠിപ്പില ഇന്ന് കേരള നവോത്ഥാനം എന്നൊരു ഭാഗത്തേക്ക് നമ്മൾ കിടക്കുന്നത്. കേരള നവോത്ഥാനം എന്ന ഭാഗത്തേക്ക് നമ്മൾ ഇന്ന് കിടക്കുന്ന സമയത്ത് നിങ്ങളോടൊപ്പം വരുന്ന വ്യക്തി മറ്റാരുമല്ല, ആരാണ്? പൊയ്കേൽ യോഹന്നാൻ. പൊയ്കേൽ യോഹന്നാൻ കുമാര ഗുരുദേവൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ആര്? പൊയ്കേൽ യോഹന്നാൻ. റെഡിയല്ലേ? സെറ്റായിരിക്കണം. കേരള നവോത്ഥാനമാണ്. കേരള നവോത്ഥാനം പഠിച്ചെടുക്കാൻ കൂട്ടുകാർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്, ആ ബുദ്ധിമുട്ടുകളൊന്നും കൂടെ കൊണ്ട് നടക്കരുത്. നിങ്ങൾക്ക് പഠിക്കാൻ പാകത്തിന് പോയിന്റ് വൈസ് പോയിന്റ് ആയിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കിടക്കാരാണ്? പൊയ്കേൽ യോഹന്നാൻ. ഓക്കെ, ഞാനായാലും നിങ്ങളായാലും നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന ആരായാലും ശരി, ഏതൊരു വ്യക്തി ജനിക്കുമ്പോഴും ആ വ്യക്തി ജനിക്കുന്ന ഏതെങ്കിലും ഒരു വർഷത്തിലായിരിക്കും. ഉറപ്പല്ലേ? ആ വർഷത്തിന് ഒരു മാസം ഒരു ദിവസം കൂടിയേ തീരുമെങ്കിൽ നമ്മുടെ പൊയ്കേൽ യോഹന്നാൻ ജനിച്ചത് 1879 ഫെബ്രുവരി മാസം 17-ാം തീയതിയാണ്. പൊയ്കേൽ യോഹന്നാൻ ജനിച്ചത് എപ്പോഴാണ്? 1879 ഫെബ്രുവരി മാസം 17-ാം തീയതിയാണ് പൊയ്കേൽ യോഹന്നാൻ ജനിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഏതൊരു വ്യക്തി ജനിക്കുമ്പോൾ ഒരു നേറ്റീവ് പ്ലേസ് ഉണ്ടാവും അല്ലെ? ഈ പൊയ്കേൽ യോഹന്നാൻ ജനിച്ചത് എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ എന്ന സ്ഥലത്താണ് ആര് ജനിക്കുന്നത്? പൊയ്കേൽ യോഹന്നാൻ ജനിക്കുന്നത്. PSC പരീക്ഷ പലപ്പോഴും ചോദിച്ച ചോദ്യമാണ്. പൊയ്കേൽ യോഹന്നാൻ ജനിച്ചത് എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ എന്ന സ്ഥലത്താണ് ആര് ജനിക്കുന്നത്? പൊയ്കേൽ യോഹന്നാൻ ജനിക്കുന്നത്. ഒന്നുകൂടെ പറയാം. പൊയ്കേൽ യോഹന്നാൻ 1879 ഫെബ്രുവരി മാസം 17-ാം തീയതി പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിലാണ് ആര് ജനിക്കുന്നത്? പൊയ്കേൽ യോഹന്നാൻ ജനിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഏതൊരു വ്യക്തി ജനിക്കുമ്പോഴും അദ്ദേഹത്തിന് ആരുണ്ടാവും? ഒരച്ഛനും ഒരമ്മയും ഉണ്ടാവും. ഉറപ്പല്ലേ? അപ്പൊ പൊയ്കേൽ യോഹന്നാന്റെ അച്ഛന്റെ പേരെന്താണ്? പൊയ്കയിൽ കണ്ടൻ എന്നാണ്. എന്താണ്? പൊയ്കയിൽ കണ്ടൻ എന്നാണ് ആരുടെ പേര്? ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര്. എന്നാൽ ഇദ്ദേഹത്തിന്റെ അമ്മയുടെ പേരെന്താണ്? കുഞ്ഞളച്ചി അല്ലെങ്കിൽ ലച്ചി എന്ന് പറയും. ഏതാണ്? കുഞ്ഞളച്ചി അല്ലെങ്കിൽ ലച്ചി എന്ന് പറയും അച്ഛന്റെ പേര്. ഓക്കെ, എന്നാൽ അമ്മയുടെ പേര്. എന്നാൽ ഇദ്ദേഹത്തിന് ഒരു ഭാര്യയുണ്ട്. ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരെന്താണ്? ജാനമ്മ. ആരാണ്? ജാനമ്മ. ഇദ്ദേഹത്തിന്റെ സുന്ദരിയായ ഭാര്യയാണ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ജാനമ്മ എന്നാണ്. ഓക്കെ, അപ്പൊ പൊയ്കേൽ യോഹന്നാൻ ജനിച്ചു അല്ലെ 1879 ഫെബ്രുവരി മാസം 17-ാം തീയതി. പിതാവ് ആരാണ്? പൊയ്കേൽ കണ്ടന്റെയും കുഞ്ഞലച്ചിയുടെ മകനായി ജനിച്ചു എന്ന് നമ്മൾ പറയുന്ന സമയത്ത് ഏതൊരു കുട്ടി ജനിക്കുന്ന സമയത്തും ആ കുട്ടിക്ക് എന്തുണ്ടാവും? ഒരു ബാല്യകാലം, നമ്മുടെ കുട്ടിക്കാലത്ത് വിളിക്കുന്ന ഒരു പേരുണ്ടാവും അല്ലെ? നമ്മുടെ നാട്ടിൽ എന്താണ്? തക്കുടു, കുക്കുടു, വാവ എന്നൊക്കെ വിളിക്കുന്ന പോലെ ഒരു കുട്ടിക്കാലത്ത് ഒരു പേരുണ്ടാവും അല്ലെ? എന്നാൽ പൊയ്കേൽ യോഹന്നാന്റെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്ന പേരെന്താണ്? കുമാരൻ. എന്താണ്? കുമാരൻ. ഇദ്ദേഹത്തിന് യഥാർത്ഥ പേര് എന്ത് തന്നെയാണ്? കുമാരൻ എന്നാണ്. അതല്ലാതെ അദ്ദേഹത്തെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, കൊമാരൻ എന്ന് കൂടി വിളിക്കുക. അതാണ് കുമാരൻ. കുമാരൻ അല്ലെങ്കിൽ കുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? പൊയ്കേൽ യോഹന്നാൻ. റെഡിയല്ലേ? ഇത്രയും കാര്യം തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പഠിച്ചിരിക്കണം. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കൽ കൂടെ നമുക്ക് നോക്കാം. പൊയ്കേൽ യോഹന്നാൻ ജനനം 1879 ഫെബ്രുവരി മാസം 17-ാം തീയതി. ഫെബ്രുവരി 17-ാം തീയതി ജനിച്ചു എന്ന് നമ്മൾ പറയുന്ന സമയത്ത് ജനിച്ച സ്ഥലം എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ എന്ന സ്ഥലത്താണ് ആര് ജനിക്കുന്നത്? പൊയ്കേൽ യോഹന്നാൻ ജനിക്കുന്നത്. അപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ഇരവിപേരൂർ ജനിച്ചു എന്ന് പറയുന്ന സമയത്ത് പൊയ്കേൽ യോഹന്നാന്റെ അച്ഛന്റെ പേരെന്തായിരുന്നു? ചേർന്ന് പറയണം. ഏതാണ്? പൊയ്കയിൽ കണ്ടൻ. ആരാണ്? അച്ഛന്റെ പേരെന്താണ്? പിതാവ് പൊയ്കേൽ കണ്ടൻ എന്നാണ്. അമ്മയുടെ പേരെന്താണ്? കുഞ്ഞിലച്ചി അല്ലെങ്കിൽ ലച്ചി എന്നും പറയും. ഏതാണ്? ലച്ചി. ലച്ചി നമ്മുടെ പുതിയ കാലത്ത് ഒരു പേരാണ് അല്ലേ? ലച്ചി, ലച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ? ഇതാണ്. ഇപ്പൊ കുഞ്ഞലച്ചി എന്ന് പറയും. ഓക്കെ, എന്നാൽ പറയുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരെന്താണ്? ജാനമ്മ. ആരാണ്? ജാനമ്മ. ഭാര്യ ജാനമ്മയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ബാല്യകാലം എന്താണ്? കുമാരൻ അല്ലെങ്കിൽ എന്ത് പറയും? കുമാരൻ എന്നുകൂടി പറയും. കേരള PSCയിലൊക്കെ ഏറ്റവും കൂടുതൽ പൊയ്കേൽ യോഹന്നാൻ അറിയപ്പെടുന്ന പേരെന്താണ്? കുമാരഗുരുദേവൻ എന്നാണ്. അല്ലെങ്കിൽ കുമാരൻ എന്നറിയപ്പെടുന്ന കേരളീയ നവോത്ഥാന നായകൻ ആര് എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കേരള PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും റെഡിയാണല്ലോ. 1879 ഫെബ്രുവരി 17 മാഷോട് ചേർന്ന് പറഞ്ഞിട്ട് 1879 ഫെബ്രുവരി 17. സ്ഥലം എവിടെയാണ്? ഇരവിപേരൂർ, പത്തനംതിട്ട ജില്ലയിലാണ്. പിതാവ് കണ്ടൻ, പൊയ്കേൽ കണ്ടൻ. മാതാവ് കുഞ്ഞലച്ചി. ഭാര്യയുടെ പേരെന്താണ്? ജാനമ്മ. ബാല്യകാലനാമം എന്താണ്? കുമാരൻ അല്ലെങ്കിൽ കുമാരൻ എന്ന് പറയുന്നു. റെഡിയല്ലേ? എന്നാൽ നമുക്കിതാ പൊയ്കേൽ യോഹന്നാന്റെ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ബാല്യകാലനാമം, ഇദ്ദേഹത്തിന് യഥാർത്ഥ പേരാണ് കുമാരൻ എന്ന് പറയുന്നത്. എന്നാൽ ഇദ്ദേഹത്തിന് കുറെ മറ്റു പേരുകളുണ്ട്. മറ്റു പേരുകൾ എന്ന് പറഞ്ഞാൽ പൊയ്കേൽ യോഹന്നാൻ എന്ന് നമ്മൾ പറഞ്ഞു. ഒരു 3-4 പേരങ്ങ് പഠിച്ചു. നമ്മുടെ ചട്ടമ്പിസ്വാമി പഠിക്കുന്ന സമയത്ത് ചട്ടമ്പിസ്വാമിക്ക് 8 പേര് പഠിക്കാറുണ്ട്. ഓക്കെ, ചട്ടമ്പിസ്വാമി,
ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ, സർവ്വവിദ്യാധിരാജൻ, ഇല്ലേ, കാഷായം ധരിക്കാത്ത സന്യാസി, കാവ്യം കമണ്ഡലമില്ലാത്ത സന്യാസി എന്ന് പറഞ്ഞ കുറേ പേരുകൾ നമുക്ക് ആർക്ക് പഠിക്കാണ്ട്, ചട്ടമ്പിസ്വാമിക്ക് പഠിക്കാണ്ട്. അതോപോലെ തന്നെ നമുക്ക് പൊയ്കയിൽ യോഹന്നാൻ കുറച്ച് പേരുകൾ പഠിക്കാണ്ട്. അപ്പോൾ പൊയ്കയിൽ യോഹന്നാന്റെ മറ്റ് പേരുകൾ ഒന്ന് നമ്മൾ പറഞ്ഞ ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ പറഞ്ഞ ഒരു പേര്. രണ്ടാമത്തെ പറയുന്നത് പൊയ്കയിൽ അപ്പച്ചൻ. ആരാണ്? പൊയ്കയിൽ അപ്പച്ചൻ. മൂന്നാമത്തെ പേര് ഇദ്ദേഹത്തെ വിളിക്കുന്നത് പുലയൻ മത്തായി എന്നാണ്. പുലയൻ മത്തായി. പിന്നെ ഇദ്ദേഹത്തെ വിളിക്കുന്നത് പറയൻ യോഹന്നാൻ എന്ന് വിളിക്കുന്നതാണ്. പറയൻ യോഹന്നാൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇദ്ദേഹത്തെ സവർണ ക്രിസ്ത്യാനികൾ കളിയാക്കി വിളിച്ചിരുന്ന പേരെന്നാണ്? പുലയൻ മത്തായി എന്നാണ്. പുലയൻ മത്തായി എന്നാണ് വിളിച്ചിരുന്നത്. കേട്ടില്ലേ? ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ വിശേഷിപ്പിച്ച പേരുകളാണ്. ഓക്കെ, അതായത് പരിഹസിച്ച് വിളിച്ച പേരുകളുണ്ട്, വിശേഷിപ്പിച്ച് വിളിച്ച പേരുകളുണ്ട്. അദ്ദേഹം ഇപ്പൊ നമുക്കൊന്ന് നോക്കാം. പൊയ്കയിൽ യോഹന്നാന്റെ മറ്റു പേരുകൾ എന്ന് പറയുന്ന സമയത്ത് ഏതാണ്? പൊയ്കയിൽ യോഹന്നാൻ. പിന്നെ പറയുന്നതാണ് പൊയ്കയിൽ അപ്പച്ചൻ. ആരാണ്? പൊയ്കയിൽ അപ്പച്ചൻ. പിന്നെ പറയുന്ന പേരെന്താണ്? പൊയ്കയിൽ അപ്പച്ചനാണെങ്കിൽ പിന്നെ പറയുന്നതാണ് പുലയൻ മത്തായി. പിന്നെ പറയുന്നത് പറയൻ യോഹന്നാൻ. ഏതാണ്? പറയൻ യോഹന്നാൻ എന്ന് വിളിക്കുന്നുണ്ട്, അല്ലേ? സവർണ ക്രിസ്ത്യാനികൾ ഇദ്ദേഹത്തെ കളിയാക്കി വിളിച്ചിരുന്ന പേരെന്താണ്? പുലയൻ മത്തായി എന്നാണ് വിളിച്ചിരുന്നത്. അപ്പൊ നമ്മള് ഇവിടെ ഇപ്പോൾ പുലയൻ മത്തായി എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, അല്ലേ? നമ്മുടെ പുലയ രാജ എന്നറിയപ്പെടുന്ന വ്യക്തിയുണ്ട്. പുലയ രാജ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരാണ്? മഹാത്മാ അയ്യങ്കാളി. മഹാത്മാ അയ്യങ്കാളിയെ പുലയരാജ, ഇവിടെ പുലയൻ മത്തായി എന്ന് സവർണ ക്രിസ്ത്യാനികൾ കളിയാക്കിയ വിളിച്ചതെങ്കിൽ മഹാത്മാ അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിശേഷിപ്പിച്ച ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ആരാണ്? മഹാത്മാഗാന്ധിയാണ് ഇദ്ദേഹത്തെ എന്ത് വിളിച്ചത്? പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത്. മഹാത്മാഗാന്ധിയാണ് അയ്യങ്കാളി എന്ത് വിശേഷിപ്പിച്ചത്? പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ പുലയൻ അയ്യപ്പൻ എന്ന് വിളിച്ചിട്ടുണ്ട്. പുലയൻ അയ്യപ്പൻ എന്ന് ഇദ്ദേഹത്തിന് പരിഹാസ രൂപേണ സവർണ വിളിച്ചാണ്. പുലയൻ അയ്യപ്പൻ എന്ന് പരിഹാസ രൂപേണ സവർണർ വിളിച്ചത് ആരെയാണ്? സഹോദരൻ അയ്യപ്പനെയാണ്. ആരാണ്? സഹോദരൻ അയ്യപ്പനെയാണ്. അപ്പോൾ പുലയൻ യോഹന്നാൻ അല്ലെങ്കിൽ പുലയൻ മത്തായി എന്ന് വിളിച്ചത് ആരെയാണ്? പൊയ്കയിൽ യോഹന്നാനാണ് പുലയൻ മത്തായി എന്ന് വിളിച്ചത്. പുലയ രാജ എന്ന് വിളിച്ചത് ആരെയാണ്? അയ്യങ്കാളിയാണ് പുലയ രാജ എന്ന് വിളിച്ചത്. പുലയൻ അയ്യപ്പൻ എന്ന് വിളിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പനെയാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മേഖലയാണ്. അപ്പോൾ നമുക്ക് അടുത്തടുത്ത് ഒരേപോലെ കിടക്കുന്ന പോയിന്റുകളായതുകൊണ്ടാണ് പക്ഷെ അത്തരം കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. ഒന്നുകൂടി നോക്കാം നമുക്ക്. മറ്റു പേരുകൾ പൊയ്കയിൽ യോഹന്നാൻ, പൊയ്കയിൽ അപ്പച്ചൻ, പുലയൻ മത്തായി, പറയൻ യോഹന്നാൻ. സവർണ ക്രിസ്ത്യാനികൾ കളിയാക്കി വിളിച്ചിരുന്ന പേരെന്നാണ്? പുലയൻ മത്തായി എന്നാണ് വിളിച്ചത്. ഓക്കെ, അപ്പൊ മറക്കണ്ട, പുലയ രാജ ആരായിരുന്നു? പുലയ രാജ മഹാത്മാ അയ്യങ്കാളി ആയിരുന്നു, അല്ലേ? അപ്പോൾ പുലയൻ അയ്യപ്പൻ ആരായിരുന്നു? സഹോദരൻ അയ്യപ്പനായിരുന്നു. ഓക്കെ, റെഡി അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കിടക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. റെഡി അല്ലേ? അടുത്ത ഭാഗത്തേക്ക് കിടക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചോളൂ. ദളിതർക്ക് വേണ്ടി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? നമ്മൾ പറഞ്ഞിരിക്കുന്ന പൊയ്കയിൽ യോഹന്നാൻ. ഈ ദളിതർക്ക് വേണ്ടി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? പൊയ്കയിൽ യോഹന്നാൻ എന്ന് പറയുന്ന സമയത്ത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഈ ദളിതരുടെ പ്രശ്നങ്ങൾ ഈ ഗാനങ്ങളിലൂടെയൊക്കെ പുറത്തു കൊണ്ടുവന്ന വ്യക്തി ആരാണ്? പൊയ്കയിൽ യോഹന്നാനാണ്. പക്ഷെ എന്നാൽ നേരെ നമ്മൾ തിരിച്ചു പറഞ്ഞ സമയത്ത് സംഗീതത്തിലൂടെ കേരള നവോത്ഥാനത്തെ ഉദ്ഘോഷിപ്പിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. സംഗീതത്തിലൂടെ കേരള നവോത്ഥാനത്തെ ഉദ്ഘോഷിപ്പിച്ച വ്യക്തി ആരാണ്? പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. ഇവരുടെ കഷ്ടപ്പാടുകൾ ഗാനങ്ങളിലൂടെയൊക്കെ പുറത്തു കൊണ്ടുവന്നൊരു വ്യക്തി ആരാണ്? പൊയ്കയിൽ യോഹന്നാനാണ്, അല്ലെ? അപ്പോൾ ദളിതർക്ക് വേണ്ടി പ്രത്യേകം പള്ളി സ്ഥാപിക്കുന്നതിന് ശ്രമിച്ച നവോത്ഥാന നായകനാണ് ആര്? പൊയ്കയിൽ യോഹന്നാൻ. അതായത് ഇവർക്ക് പ്രാർത്ഥിക്കാൻ, നമുക്കറിയാം ഈ കാലഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്പലങ്ങളിലോ പള്ളികളോ ഈ ദളിത വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് എന്തെങ്കിലും പ്രവേശനം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത്തരം ദളിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു പള്ളി സ്ഥാപിച്ച വ്യക്തിയാണ് ആര്? പൊയ്കയിൽ യോഹന്നാൻ എന്നറിയപ്പെടുന്ന വ്യക്തി. അതുപോലൊപ്പം തന്നെ എന്താണ്? വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗം ആളുകളായിരുന്നായിരുന്നു പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ. ഇവർക്ക് വേണ്ടി എന്താണ്? സർക്കാർ അനുമതിയോടുകൂടി ദളിതർക്ക് ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകിയ വ്യക്തിമാര് തന്നെയാണ് പൊയ്കയിൽ യോഹന്നാനാണ്. ഓക്കെ, പിന്നീട് അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പറയാൻ സമയത്ത് ദ്രാവിഡ ദളിതർ എന്ന ആശയം മുന്നോട്ട് കൊണ്ട വ്യക്തി ആര് തന്നെയാണ്? പൊയ്കയിൽ യോഹന്നാനാണ്, അല്ലെങ്കിൽ നമ്മുടെ കുമാരഗുരുദേവനാണ്. അപ്പോൾ ദളിതർക്ക് വേണ്ടിയിട്ട് ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്ന ആരാണ്? കുമാരഗുരുദേവനാണ്, അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ. അതുപോലെ തന്നെ ദ്രാവിഡ ദളിതർ എന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്ന ആര് തന്നെയാണ്? പൊയ്കയിൽ യോഹന്നാൻ തന്നെയാണ്. പിന്നെ നമ്മൾ പറയുന്ന സമയത്ത് കുമാരഗുരുദേവൻ എന്ന പേരിൽ ഇദ്ദേഹം അറിയപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞു. കുമാരഗുരുദേവൻ എന്ന പേര് അറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് ഇദ്ദേഹം. നമ്മൾ പറയുന്ന സമയത്ത് ഇദ്ദേഹം പിന്നീട് എന്താണ്? ക്രിസ്തുമതം സ്വീകരിച്ച സമയത്താണ് ഇദ്ദേഹം പൊയ്കയിൽ യോഹന്നാൻ എന്ന പേരിലേക്ക് മാറിയത്. അപ്പോൾ ഈ രണ്ട് പേരുകൾ ഇങ്ങനെ പറയുന്ന സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യരുത്? ഒരു കൺഫ്യൂഷൻ വരും നിങ്ങൾക്ക്. അപ്പോൾ ക്രിസ്തുമതം ഇദ്ദേഹം പിന്നീട് സ്വീകരിക്കുകയാണ്. കുമാരഗുരുദേവൻ എന്നറിയപ്പെടുന്ന വ്യക്തി, അല്ലെങ്കിൽ കുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ക്രിസ്തുമതം സ്വീകരിക്കുകയാണ്. ക്രിസ്തുമതം സ്വീകരിക്കപ്പെട്ട സമയത്താണ് ഇത് ഏത് പേര് അറിയപ്പെടാൻ തുടങ്ങിയത്? പൊയ്കയിൽ യോഹന്നാൻ എന്ന പേരിൽ ഇത് അറിയപ്പെടാൻ തുടങ്ങിയത്. റെഡി അല്ലേ? അപ്പൊ നമുക്ക് ആ പോയിന്റ് കൂടെ ഒന്ന് സശ്രദ്ധം നമുക്കൊന്ന് വീക്ഷിച്ച് തിരിച്ചു വരാം. ശ്രദ്ധിച്ചോളൂ.
ദളിതർക്ക് വേണ്ടി പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം ദളിതർക്ക് പ്രത്യേക പള്ളി സ്ഥാപിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച നവോത്ഥാന നായകനാണ് ആര്? പൊയ്കേലി യോഹന്നാൻ എന്ന് പറഞ്ഞു. സർക്കാർ അനുമതിയോടുകൂടി ദളിതർക്ക് ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസ സ്കൂൾ സ്ഥാപിച്ച വ്യക്തിയാണ് ആര്? പൊയ്കേലി യോഹന്നാൻ. പിന്നെ ദ്രാവിഡ ദളിതർ എന്ന ആശയം മുന്നോട്ട് വെച്ചതും ആര് തന്നെയാണ്? പൊയ്കേലി യോഹന്നാൻ തന്നെയാണ്. പിന്നീട് നമ്മൾ പറയുന്നതാണ് കുമാരഗുരുദേവൻ എന്ന പേര് അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊയ്കേലി യോഹന്നാൻ. കേട്ടില്ലേ? അപ്പോൾ ആദ്യം ഇദ്ദേഹത്തിന് അറിയപ്പെടുന്ന പേര് കുമാരു എന്നാണ്, കുമാരഗുരുദേവൻ എന്നാണ്. പിന്നീടാണ് ഇദ്ദേഹത്തിന്റെ പേരെന്താവുന്നത്? പൊയ്കേലി യോഹന്നാൻ എന്നായി മാറുന്നത്. എപ്പോഴാണ്? അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിക്കപ്പെട്ട സമയത്ത്. അപ്പൊ ഇനി നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നോക്കാം. നമ്മുടെ പൊയ്കേലി യോഹന്നാൻ സ്വീകരിച്ച ദളിത് വിമോചന പ്രസ്ഥാനമാണ് PRDS. ഇതാണ് PRDS 1909, 1909. ഏതാണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഓക്കെ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണ്. അപ്പോൾ ഈ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം എവിടെയാണ്? ഇരവിപേരൂരാണ്. ഇരവിപേരൂർ ആസ്ഥാനമായ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ 1909 രൂപീകരിക്കുന്നത്. ഇതിന്റെ മുഖപത്രം ഉണ്ടായിരുന്ന ഇതാണ്, ആദിയാർ ദീപം എന്നാണ് ഇതിന്റെ മുഖപത്രം. കേട്ടില്ലേ? അപ്പൊ നമുക്ക് നോക്കാം അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത്. പൊയ്കേലി യോഹന്നാൻ സ്വീകരിച്ച ദളിത് വിമോചന പ്രസ്ഥാനമാണ് ഇത് PRDS അല്ലെ? 1909 പുറത്തിറക്കിയ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പൊയ്കേലി യോഹന്നാൻ സ്വീകരിച്ച ദളിത് വിമോചന പ്രസ്ഥാനമാണ് ഇത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ PRDS 1909 അല്ലെ? PRDSനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി. ഏതാണ്? ദളിത് ലിബറേഷൻ മൂവ്മെന്റ് ആണ്. ഓക്കെ, ദളിത് വിമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു സംഘടനയാണ്. പിന്നെ നമ്മൾ പറയുന്ന സമയത്ത് ഏതാണ്? PRDSന് ആസ്ഥാനം എവിടെയാണ്? ഇരവിപേരൂരാണ് ആസ്ഥാനം നമ്മൾ പറഞ്ഞു. ഇതിന്റെ മുഖപത്രം ഏതാണ്? ആദിയാർ ദീപമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കേരള നവോത്ഥാനത്തെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കുറേ മുഖപത്രം നമുക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാനുണ്ട്. കുറേ മുഖപത്രങ്ങൾ നമുക്കറിയാം. ഈ സാധുജന പരിപാല സംഘം, നമ്മൾ നേരത്തെ അയ്യങ്കാളിയെ കുറിച്ച് പറഞ്ഞിട്ടല്ലേ? സാധുജന പരിപാല സംഘത്തിന്റെ മുഖപത്രം സാധുജന പരിപാലിനിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമാണ് സാധുജന പരിപാലിനി. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസ് എന്നാണ് സാധുജന പരിപാലന പുറത്തിറക്കുന്നത്. ഇവിടെ നമ്മൾ പറയുന്ന ആദിയാർ ദീപമാണ് ഏതിന്റെ മുഖപത്രം എന്ന് പറയുന്നത്? PRDSന്റെ മുഖപത്രം എന്ന് പറയുന്നത്. എന്നാൽ സാധുജന പരിപാലനത്തിന്റെ മുഖപത്രം ഏതാണ്? സാധുജന പരിപാലനിയാണ്. അതുപോലെ തന്നെ SNDPയുടെ മുഖപത്രം ഏതാണ്? വിവേകോദയമാണ്. 1904 പുറത്തിറക്കിയ വിവേകോദയം അല്ലേ? വിവേകോദയാണ് SNDPയുടെ ആദ്യ മുഖപത്രം. എന്നാൽ SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം ഏതാണ്? യോഗനാഥമാണ് മുഖപത്രം. NSSന്റെ മുഖപത്രം ഏതാണ്? സർവീസ് ആണ് NSSന്റെ മുഖപത്രം. കേട്ടില്ലേ? അതുപോലെ തന്നെ നമ്മുടെ ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രം ഏതാണ്? അഭിനവ കേരളമാണ്. യോഗക്ഷേമ സഭയുടെ മുഖപത്രം ഏതാണ്? മംഗളോദയമാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒന്ന് ചേർത്ത് പറഞ്ഞു, ഒന്ന് ഓർക്കട്ടെ. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് ഒന്നുകൂടി ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇതൊന്ന് പറഞ്ഞത്. അപ്പൊ ഒരിക്കൽ കൂടെ നമുക്ക് പറയാം, പൊയ്കേലി യോഹന്നാൻ സ്വീകരിച്ച ദളിത് വിമോചന പ്രസ്ഥാനമാണ് ഇത് പ്രത്യക്ഷ രക്ഷാ ദേവസഭ PRDS 1909. പിന്നെ പറയുന്നത് ദളിത് ലിബറേഷൻ മൂവ്മെന്റ്, അതാണ് നമ്മൾ ഇവിടെ പറയുന്നതാണ് ദളിത് വിമോചന പ്രസ്ഥാനം എന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ, പിന്നെ പറയുന്നതാണ് PRDSന്റെ ആസ്ഥാനം ഇതാണ്, ഇരവിപേരൂരാണ് ആസ്ഥാനം വരുന്നത്. മുഖപത്രം ഏതാണ്? ആദിയാർ ദീപമാണ് ഇതിന്റെ മുഖപത്രം. ക്ലിയർ അല്ലേ? ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? എന്നാൽ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് ഏതാണ്? അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വിമോചനത്തിനായി നടത്തിയ പ്രക്ഷോഭങ്ങളെ അടിലഹള എന്നാ പറയുന്നത്. അപ്പൊ പലപ്പോഴും നമ്മളോട് PSC പരീക്ഷ ചോദിച്ച ചോദ്യമുണ്ട്, അടിലഹള നയിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? പൊയ്കേലി യോഹന്നാൻ. അതായത് അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിന്റെ വിമോചനത്തിനായി നടത്തിയ പ്രക്ഷോഭങ്ങളാണ് അടിലഹള എന്നറിയപ്പെടുന്നത്. ഈ 1906 പൊയ്കേലി യോഹന്നാൻ നടത്തിയ ഒരു സമരമുണ്ട്, ഒരു ലഹളയുണ്ട്. ഏതാണ്? വാകത്താൻ ലഹള. ഈ വാകത്താൻ ലഹളയുടെ പ്രത്യേകത എന്താണ്? ബൈബിളിന് തീ കൊളുത്തിയത് വാകത്താൻ ലഹളയിലാണ്. ശ്രദ്ധിക്കണം, ഏതാണ്? ബൈബിളിന് തീ കൊളുത്തി. ബൈബിളിന് തീ കൊളുത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? പൊയ്കേലി യോഹന്നാനാണ്. അപ്പൊ ഇതുമായിട്ട് റിലേറ്റഡ് ആയി നമുക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ബൈബിളിന് തീ കൊളുത്തിയത് ആരാണ്? പൊയ്കേലി യോഹന്നാനാണ്. എന്നാൽ അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന് പറഞ്ഞത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കുമെന്ന് പറഞ്ഞ ആരാണ്? C കേശവനാണ്. മനുസ്മൃതിക്ക് തീ കൊളുത്തിയത് ആരാണ്? Dr. BR അംബേദ്കർ ആണ്. നോക്കണം നിങ്ങൾ, ഇതൊരു റിലേറ്റഡ് ആയൊരു ഭാഗമായതുകൊണ്ടാണ് ഇവിടെ ചേർത്ത് പറയുന്നത്. ബൈബിളിന് തീ കൊളുത്തിയത് ആരാണ്? പൊയ്കേലി യോഹന്നാൻ. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന് പറഞ്ഞത് VT ഭട്ടതിരിപ്പാട്. ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കുമെന്ന് പറഞ്ഞത് ആരാണ്? C കേശവൻ. ഓക്കെ, മനുസ്മൃതിക്ക് തീ കൊളുത്തിയത് ആരാണ്? Dr. BR അംബേദ്കർ. ഓക്കെ, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ്. ഒന്ന് മാഷോട് ഒന്ന് ചേർത്ത് പറഞ്ഞാട്ടെ, ഇവിടെ ഡിസ്പ്ലേയിൽ ഇല്ലാത്ത സാധനമാണ്. ഓക്കെ, അപ്പോൾ ബൈബിളിന് തീ കൊളുത്തിയത് ആരാണ്? പൊയ്കേലി യോഹന്നാൻ.
അമ്പലങ്ങൾ തീ കൊളുത്തുക എന്ന് പറഞ്ഞ ആരാണ്? വി.ടി. ഭട്ടതിരിപ്പാട്. ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കുമെന്ന് പറഞ്ഞ ആരാണ്? സി കേശവൻ. മനുസ്മൃതിക്ക് തീ കൊളുത്തിയതാരാണ്? ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ശരിയല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. ഏതാണ്? കൊഴുക്കും ചിറ ലഹള നയിച്ചതും ആര് തന്നെയാണ്? പൊയ്കേൽ യോഹന്നാനാണ്. കുറച്ച് ലഹളകളാണ്, നോക്കിയാൽ മതി. വാകത്താൻ ലഹള ആരാണ്? നമ്മൾ പറഞ്ഞു പൊയ്കേൽ യോഹന്നാനാണ്. പിന്നെ പറഞ്ഞു കൊഴുക്കും ചിറ ലഹള നയിച്ച ആരാണ്? പൊയ്കേൽ യോഹന്നാനാണ്. മുണ്ടക്കയം ലഹള നയിച്ചതും ആര് തന്നെയാണ്? പൊയ്കേൽ യോഹന്നാൻ തന്നെയാണ്. പിന്നെ നമ്മൾ അടുത്ത് പറയുന്ന സമയത്ത് മുണ്ടക്കയം ലഹളയ്ക്ക് ശേഷം പിന്നീട് വരുന്ന ലഹള ഏതാണ്? മംഗലം ലഹള. ഇതാണ് മംഗലം ലഹള നയിച്ചത് ആര് തന്നെയാണ്? പൊയ്കേൽ യോഹന്നാൻ തന്നെയാണ്. വെള്ളിനടി ലഹള നയിച്ചത് ആര് തന്നെയാണ്? പൊയ്കേൽ യോഹന്നാൻ തന്നെയാണ്. അപ്പൊ പൊയ്കേൽ യോഹന്നാന്റെ പ്രധാനപ്പെട്ട സമരങ്ങളാണ് പറയുന്നത്. ഇദ്ദേഹം നടത്തിയ സമരങ്ങൾ നമ്മൾ അടിലഹള എന്നാണ് പറയുന്നത്. ഇപ്പോൾ അടിലഹള നയിച്ച സാമൂഹ്യ പരിഷ്കർത്താവെന്ന് ചോദിച്ചാൽ ഒരുത്തരയിൽ ആരാണ്? പൊയ്കേൽ യോഹന്നാനാണ്. ഒന്നുകൂടെ പറഞ്ഞു, 1906 വാകത്താൻ ലഹള നയിച്ചു. അപ്പോൾ വാകത്താൻ ലഹളയിലാണ് ബൈബിളിൽ തീ കൊളുത്തിയത്. കൊഴുക്കുംചിറ ലഹളയുണ്ടായിരുന്നു, മുണ്ടക്ക ലഹളയുണ്ടായിരുന്നു, മംഗളം ലഹളയുണ്ടായിരുന്നു, വെള്ളിനടി ലഹളയുണ്ടായിരുന്നു. ഇതൊക്കെ ആരുടേതാണ്? പൊയ്കേൽ യോഹന്നാൻ തന്നെയാണ്. അപ്പോൾ കുമാര ഗുരുദേവന്റെ കവിതാ സമാഹാരം അറിയപ്പെടുന്ന പേര് ഞാൻ പറഞ്ഞു. കവിതകളിലൂടെ നമ്മ നവോത്ഥാനത്തിനാല് ഈ ദളിത് വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ കവിതകൾ അറിയപ്പെടുന്ന പേരെന്നാണ്? രത്നമണികൾ എന്ന പേരാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പൊയ്കേൽ യോഹന്നാന്റെ കവിതകൾ അറിയപ്പെടുന്ന പേരെന്നാണ്? രത്നമണികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത നമ്മൾ നേരത്തെ അയ്യങ്കാളി ഇവിടെ ചേർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘത്തിന്റെ അംഗമായിരുന്ന വ്യക്തിയാണ് ആര്? പൊയ്കേൽ യോഹന്നാൻ. അയ്യങ്കാളിയുടെ സാധുജന പരിപാലന അംഗമായ കേരളീയ നവോത്ഥാന നായകന്മാരിൽ ഒരു വ്യക്തിയാണ് ആര്? പൊയ്കേൽ യോഹന്നാൻ. ഒരിക്കൽ കേരള PSC ചോദിച്ച ചോദ്യമുണ്ട്, താഴെ കൊടുക്കുന്ന വ്യക്തികളിൽ അയ്യങ്കാളിയുടെ സാധുജന പരിപാലന അംഗമായ വ്യക്തി ആരെന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരം ആരായിരുന്നു? പൊയ്കേൽ യോഹന്നാനായിരുന്നു. അപ്പോൾ ഈ PRDS എന്ന ആശയത്തിന് ശേഷം ആണ് ഇദ്ദേഹം എന്ത് പേര് സ്വീകരിക്കുന്നത്? കുമാര ഗുരുദേവൻ എന്ന പേര് സ്വീകരിക്കുന്നത്. അപ്പോൾ PRDS നമ്മൾ ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടി, വിമോചനത്തിന് വേണ്ടി രൂപീകരിച്ച സംഘടനയാണ് ഇത് PRDS എന്ന് പറഞ്ഞു. ഈ PRDSന്റെ രൂപീകരണത്തിന് ശേഷമാണ് ഇത് ഏത് പേര് അറിയപ്പെടാൻ തുടങ്ങിയത്? കുമാര ഗുരുദേവൻ എന്ന പേരിൽ ഇത് അറിയപ്പെടാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഏതാണ് കുമാര ഗുരുദേവന്റെ കവിതാ സമാഹാരം? ഏതാണ്? രത്നമണികൾ എന്ന പേരാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ മറ്റു പോയിന്റിലേക്ക് കിടക്കുന്ന സമയത്ത് അയ്യങ്കാളിയോട് സാധുജന പരിപാലന സംഘത്തിന് അംഗമായിരുന്ന കേരളത്തിലെ മറ്റൊരു സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? പൊയ്കേൽ യോഹന്നാൻ നമ്മൾ പറഞ്ഞു. പിന്നെ പറഞ്ഞു PRDSന് ശേഷമാണ് ഇത് എന്ത് പേര് സ്വീകരിച്ചത്? കുമാര ഗുരുദേവൻ എന്ന പേര് സ്വീകരിച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും പോയിന്റുകളൊക്കെ പറഞ്ഞ നമ്മുടെ കുമാര ഗുരുദേവനായി പൊയ്കേൽ യോഹന്നാൻ അന്തരിക്കുന്നത് 1939 ജൂൺ മാസം 29-ാം തീയതിയാണ്. 1939 ജൂൺ 29-ാം തീയതി പൊയ്കേൽ യോഹന്നാൻ അന്തരിക്കുന്നു. ഓക്കെ, കുമാര ഗുരുദേവൻ എന്ന പൊയ്കേൽ യോഹന്നാൻ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷെ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു വ്യക്തിയാണ്. ആ വ്യക്തി മറ്റാരുമല്ല, നമുക്കെല്ലാവർക്കും അറിയുന്ന, നമുക്കെല്ലാവർക്കും സുപരിചിതനായ മന്നത്ത് പത്മനാഭൻ. നമുക്ക് മന്നത്ത് പത്മനാഭനിലേക്ക് കിടക്കാം. പൊയ്കേൽ യോഹന്നാനെ വിട പറയുന്നു. അടുത്തത് മന്നത്ത് പത്മനാഭനിലേക്ക്. അപ്പൊ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കിടക്കുകയാണ്. ഒന്നാം ഭാഗത്ത് നമ്മൾ ആര് പറഞ്ഞു? കുമാര ഗുരുദേവനെ നമ്മൾ പഠിച്ചു. രണ്ടാം ഭാഗത്ത് നമ്മൾ കിടക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വ്യക്തിയാണ്. ആരാണ്? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ നമുക്ക് ഒരിക്കൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റി നിർത്താൻ കഴിയില്ല. കാരണം നമുക്കറിയാം മന്നത്ത് പത്മനാഭന്റെ ജീവശിഖ യാത്ര പഠിക്കാനുണ്ട്. ഗുരുവായൂർ സത്തേറിന്റെ കേന്ദ്രമായിരുന്നു മന്നത്ത് പത്മനാഭൻ, പഠിക്കാനുണ്ട്. വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ, പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വൈക്കസത്തേരെ ബന്ധപ്പെട്ട് സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ. എത്ര ഭാഗങ്ങളാണ് നമുക്ക് മന്നത്ത് പത്മനാഭൻ പഠിക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂട്ടുകാർ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ക്ലാസ് കേട്ടിരിക്കുക. തീരുന്നത് വരെ എന്ത് ചെയ്യണം? നിങ്ങൾ കേട്ടിരിക്കണം, പഠിച്ച് മനസ്സിലാക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ മന്നത്ത് പത്മനാഭനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് നേരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഞാനായാലും നിങ്ങളായാലും ഈ ലോകത്ത് ജനിച്ച ഏതൊരു വ്യക്തിയായാലും ശരി, ആ വ്യക്തി ജനിക്കുന്ന ഏതെങ്കിലും ഒരു വർഷത്തിലാണ്. ആ വർഷത്തിൽ ഒരു മാസം ഒരു ദിവസം കൂടിയേ തീരുമെങ്കിൽ മന്നത്ത് പത്മനാഭൻ ജനിച്ചത് 1872 ജനുവരി മാസം 2-ാം തീയതിയാണ്. 1872 ജനുവരി മാസം 2-ാം തീയതിയാണ് മന്നത്ത് പത്മനാഭൻ ജനിക്കുന്നത്. കോട്ടയം ജില്ലയിലെ പെരുന്ന എന്ന ഗ്രാമത്തിലാണ് ആര് ജനിക്കുന്നത്? മന്നത്ത് പത്മനാഭൻ ജനിക്കുന്നത്. അപ്പൊ നിങ്ങളൊരു കാര്യം നോക്കണം. നമുക്കറിയാം ജനുവരി 2 മന്നം ജയന്തിയാണ്. അപ്പൊ പുതുവർഷ ദിനത്തിലെ ആദ്യത്തെ പൊതു അവധിയാണ് ഏത്? ജനുവരി മാസം 2-ാം തീയതി. ഏതാണ്? മന്നം ജയന്തിയാണ്, ജനുവരി 2-ാം തീയതി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 1872 ജനുവരി മാസം 2-ാം തീയതി. അപ്പോൾ മന്നത്ത് പത്മനാഭന്റെ ജന്മദിനമായ ജനുവരി 2 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പൊതു അവധിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആഘോഷിക്കുന്നുണ്ട് അല്ലെ? പൊതു അവധിയെ പ്രഖ്യാപിച്ചത് 2014 മുതലാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ നമുക്ക് പറയാം. ഓക്കെ, ഒന്നുകൂടി കേട്ടിരുന്നോളൂ.
1872 ജനുവരി മാസം 2-ാം തീയതി കോട്ടയം ജില്ലയിൽ പെരുന്ന എന്ന ഗ്രാമത്തിലാണ് ആര് ജനിക്കുന്നത്? മന്നത്ത് പത്മനാഭൻ ജനിക്കുന്നത് അല്ലേ. അപ്പൊ ഇദ്ദേഹത്തിന് അച്ഛനുണ്ട് അല്ലെ. ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് ഈശ്വരൻ നമ്പൂതിരി എന്നാണ്. ഇതാണ് ഈശ്വരൻ നമ്പൂതിരി എന്നാണ്. അമ്മയുടെ പേരെന്താണ്? മന്നത്ത് പാർവതി അമ്മ. ഓക്കെ. പിന്നെ നമ്മൾ പറയുന്ന ഇദ്ദേഹത്തിന് സുന്ദര ഒരു ഭാര്യയുണ്ട്. ഇദ്ദേഹത്തിന്റെ ഭാര്യ കവിയും എഴുത്തുകാരിയുമായ തോട്ടക്കാട് മാധവി അമ്മയാണ്. തോട്ടക്കാട് മാധവി അമ്മയെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏതാണ്? കൊച്ചി നിയമസഭയിൽ അംഗമായ ആദ്യത്തെ വനിതയാണ് ആര്? തോട്ടക്കാട് മാധവിയമ്മ. കവിയാണ്, എഴുത്തുകാരിയാണ് ആര്? തോട്ടക്കാട് മാധവിയമ്മ. കവിയും എഴുത്തുകാരിയുമായ തോട്ടക്കാട് മാധവി അമ്മയാണ് മന്നത്ത് പത്മനാഭന്റെ ഭാര്യ. പിന്നെ നമ്മൾ പറയുന്ന സമയത്ത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് ജനുവരി 2 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? മന്നം ജയന്തിയായിട്ട് ആചരിക്കുന്നത്. മന്നം ജയന്തി പൊതു അവധിയെ പ്രഖ്യാപിച്ചത് എന്ന് മുതലാണ്? 2014 മുതലാണ് പൊതു അവധിയെ പ്രഖ്യാപിച്ചത്. ഇത്രയും കാര്യം കൂട്ടുകാർ റെഡിയാണെങ്കിൽ നമുക്ക് ആ പോയിന്റുകളെ ഒന്ന് വീക്ഷിക്കാം. ശ്രദ്ധിച്ചോളൂ. ജനനം 1872 ജനുവരി മാസം 2-ാം തീയതി. 872 ജനുവരി 2. ഓക്കെ. പിന്നെ പറയുന്നത് എന്താണ്? സ്ഥലം പെരുന്ന. കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ് ആര് ജനിക്കുന്നത്? മന്നത്ത് പത്മനാഭൻ ജനിക്കുന്നത്. പിതാവ് ഈശ്വരൻ നമ്പൂതിരിയാണ്. അമ്മയുടെ പേരെന്താണ്? മന്നത്ത് പാർവതി അമ്മ. ഭാര്യ നമ്മൾ പറഞ്ഞു കൊച്ചി നിയമസഭാംഗമായ ആദ്യ വനിതയാണ്, എഴുത്തുകാരിയാണ്, കവയത്രിയുമാണ്. ആരാണ്? തോട്ടക്കാട് മാധവി അമ്മ. ജനുവരി 2 മന്നം ജയന്തിയാണ്. 2014 മുതലാണ് ജനുവരി 2 മന്നം ജയന്തിയായിട്ട് ആചരിക്കുന്നത്. മന്നത്ത് പത്മനാഭന്റെ ഇത്രയും പോയിന്റുകൾ കൂട്ടുകാർ റെഡിയാണെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം അല്ലെ. അടുത്ത ഭാഗത്തേക്ക് കടക്കുന്ന സമയത്ത് മന്നത്ത് പത്മനാഭനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ഇതാണ് കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് വിളിക്കുന്ന ആരാണ്? മന്നത്ത് പത്മനാഭനെയാണ്. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന മന്നത്ത് പത്മനാഭനാണെങ്കിൽ ഈ മന്നത്ത് പത്മനാഭൻ ആരാണ് മദൻ മോഹൻ മാളവ്യ എന്ന് വിഷയെടുപ്പിച്ചത്? കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭന് വിഷയെടുപ്പിച്ചത് സർദാർ KM പണിക്കർ. ആരാണ്? സർദാർ KM പണിക്കരാണ് മന്നത്ത് പത്മനാഭനെ കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്ന് വിഷയെടുപ്പിച്ചത്. എന്നാൽ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് പറയുമ്പോൾ കൂട്ടുകാരുടെ നാവിൻ തുമ്പിൽ തന്നെ മറ്റൊരു ചോദ്യം അതിലുണ്ട് അല്ലേ. ഭാരത കേസരി. ഭാരത കേസരി എന്നറിയപ്പെടുന്ന ആര് തന്നെയാണ്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭനെ 1959 ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് എന്ത് വിഷയെടുപ്പിച്ചത്? ഭാരത കേസരി എന്ന് വിഷയെടുപ്പിച്ചത്. ഓക്കെ. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് സർദാർ KM പണിക്കറാണ് വിഷയെടുപ്പിച്ചതെങ്കിൽ ഭാരത കേസരി എന്ന് വിഷയെടുപ്പിച്ചത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. 1959 ഭാരത കേസരി എന്ന് വിഷയെടുപ്പിച്ചത്. പിന്നെ നമ്മൾ പറയുന്നുണ്ട് ഏതാണ്? NSSന്റെ സ്ഥാപകനാണ് ആര്? മന്നത്ത് പത്മനാഭൻ. NSSന്റെ സ്ഥാപകനാണ് മന്നത്ത് പത്മനാഭൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. NSS എന്ന സംഘടന അല്ലേ. ആ NSS എന്ന സംഘടനയുടെ മുൻഗാമി ഉണ്ടായിരുന്നു. NSSന്റെ മുൻഗാമി ഏതാണ്? കേരളീയ നായർ സഭയാണ്. ഏതാണ്? കേരളീയ നായർ സഭയാണ്. 1908 തൃശ്ശൂരിൽ കപ്പന കണ്ണന്മാരുടെയും കൈനിക്കർ ഗോപനാഥ പിള്ളയുടെ സഹായത്തോടെ മന്നത്ത് പത്മനാഭനാണ് എന്ത് രൂപീകരിക്കുന്നത്? കേരളീയ നായർ സഭ രൂപീകരിക്കുന്നത്. ഇവിടെ വരെ നമുക്ക് ഒന്നുകൂടി പറയാം. NSS നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയാം. അതുകൊണ്ടാണ് ശ്രദ്ധിച്ചാൽ മതി. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. വിശേഷിപ്പിച്ച ആരാണ്? സർദാർ KM പണിക്കറാണ് വിശേഷിപ്പിച്ചത്. പിന്നെ നമ്മൾ പറഞ്ഞതാണ് ഭാരത കേസരി എന്നറിയപ്പെടുന്ന ആര് തന്നെയാണ്? മന്നത്ത് പത്മനാഭനാണ് വിശേഷിപ്പിച്ചത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. 1959 വിശേഷിപ്പിച്ചത് അല്ലേ. കൂടാതെ നമ്മൾ പറഞ്ഞതാണ് NSSന്റെ സ്ഥാപകനാണ് ആര്? മന്നത്ത് പത്മനാഭൻ. പക്ഷെ ഇവിടെ ഡിസ്പ്ലേയിൽ ഇട്ടിട്ടില്ല. എന്നിരുന്നാൽ കൂടെ പറയാണ് NSSന്റെ സ്ഥാപകനാണ് മന്നത്ത് പത്മനാഭൻ എന്ന് പറയുമ്പോൾ NSSന്റെ മുൻഗാമി ചോദിക്കും. NSSന്റെ മുൻഗാമി കേരളീയ നായർ സഭയാണ് അല്ലേ. നമ്മൾ പറഞ്ഞു SNDPയുടെ മുൻഗാമി ഏതാണ്? വാവൂട്ടി യോഗമാണ്. SNDPയുടെ മുൻഗാമി വാവൂട്ടി യോഗമാണെന്ന് നമ്മൾ പറയുമ്പോൾ ഇതേ രീതിയിൽ ഒരു മുൻഗാമി നമ്മൾ പറയാണ്. NSSന്റെ മുൻഗാമി കേരളീയ നായർ സഭ. 1908 തൃശ്ശൂരിൽ കപ്പന കണ്ണന്മാരുടെയും കൈനിക്കർ ഗോപനാഥ പിള്ളയുടെ സഹായത്തോടെ മന്നത്ത് പത്മനാഭനാണ് കേരളീയ നായർ സഭ രൂപീകരിക്കുന്നത്. 1908 തൃശ്ശൂർ രൂപീകരിച്ച കേരളീയ നായർ സഭ പരാജയമായിരുന്നു. കേരളീയ നായർ സഭയുടെ പരാജയത്തെ തുടർന്ന് 1914 നായർ ബ്രിത്ത് ജനസംഘം രൂപീകരിക്കുന്നു. അതിനു മുന്നേ കൂട്ടുകാർ ഒരു കാര്യം മനസ്സിലാക്കണം. ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ച സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ് നായർ ബ്രിത്ത് ജനസംഘം രൂപീകരിക്കുന്നത്. 1914 നായർ ബ്രിത്ത് ജനസംഘം രൂപീകരിക്കുന്നു. ഏത് സംഘടന മാതൃകയിൽ? സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ് നായർ ബ്രിത്ത് ജനസംഘം രൂപീകരിക്കുന്നത്. എന്നാൽ ഈ സംഘടനയ്ക്ക് 1914 നായർ ബ്രിത്ത് ജനസംഘം എന്ന പേര് നൽകിയത് കപ്പന കണ്ണൻ നായരാണ്. 1915
നായർ വൃദ്ധജന സംഘത്തിന്റെ പേര് മാറുന്നു, എന്താവുന്നു? NSS, നായർ സർവീസ് സൊസൈറ്റി ആവുന്നു. NSS എന്ന പേര് നൽകിയത് ആരാണ്? K പരമപിള്ളയാണ്. NSSന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിക്കും അല്ലെ. NSSന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ് NSSന്റെ ആസ്ഥാനം. അപ്പൊ കോട്ടയം ജില്ലയിലെ പെരുന്നയാണ് NSSന്റെ ആസ്ഥാനം എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു ചെറിയൊരു ചോദ്യം കൂടെ അവിടെ അവശേഷിക്കുന്നു. NSSന്റെ സ്വാഗത ഗീതം ഏതാണ്? അല്ലെങ്കിൽ കൂടുതൽ ഇങ്ങനെ പറയാം, NSSന്റെ ഉൽപ്പന്ന പിരിവിന് വേണ്ടി ആലപിച്ച ഒരു ഗീതമുണ്ട്. അപ്പൊ നമ്മൾ NSSന്റെ സ്വാഗത ഗീതമാണിത്. NSSന്റെ സ്വാഗത ഗീതം ഏതാണ്? NSSന്റെ സ്വാഗത ഗീതം അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്നതാണ്. ഈ അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി അല്ലെ, കേട്ടിട്ടുണ്ടോ അല്ലെ? അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി. ഈ അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന NSSന്റെ സ്വാഗത ഗീതം എഴുതിയത് ആരാണ്? പന്തളം KP രാമൻപിള്ള. ഈ പന്തളം KP രാമൻപിള്ള എന്ന് പറയുമ്പോൾ കൂട്ടുകാർക്ക് ഇവിടെ മൈനസിലേക്ക് പോകുന്ന മറ്റൊരാളുണ്ട്, പന്തളം കേരളവർമ്മ. പന്തളം കേരളവർമ്മയാണ് ദൈവമേ കൈതോഴാം കേൾക്കുമാറാവണം എന്ന കൃതി എഴുതിയതാരാണ്? പന്തളം കേരളവർമ്മയാണ്. പന്തളം KP രാമൻപിള്ളയാണ് NSSന്റെ സ്വാഗത ഗീതമായ അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കിയത്. പന്തളം കേരളവർമ്മയാണ് ദൈവമേ കൈതോഴാം കേൾക്കുമാറാവണം എന്ന കൃതി എഴുതിയത്. അത് പരസ്പരം മാറിപ്പോവാതെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ഓക്കെ, അപ്പോൾ പറഞ്ഞ NSSന്റെ ആസ്ഥാനം കോട്ടയം ജില്ലയിലെ പെരുന്നയാണ്. NSSന്റെ സ്വാഗത ഗീതം ഏതാണ്? പന്തളം KP രാമൻപിള്ള രചിച്ച അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്നതാണ് NSSന്റെ സ്വാഗത ഗീതം അല്ലെ. NSSന്റെ ആദ്യ സ്കൂൾ സ്ഥാപിതമാകുന്നത് 1915 കറുകച്ചാലാണ് NSSന്റെ സ്കൂൾ സ്ഥാപിതമാകുന്നത്. NSSന്റെ ഒരു മുഖപത്രം ഉണ്ടായിരുന്ന ആ മുഖപത്രം ഏതാണ്? സർവീസ് ആയിരുന്നു NSSന്റെ മുഖപത്രം. ഓക്കെ, കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടെ കടന്നു വരാം. NSSന്റെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭനാണ്. പറഞ്ഞു, സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ് NSS രൂപീകരിക്കുന്നത്. പക്ഷെ അവിടെ പറഞ്ഞു നിർത്തിയ ഒരു കാര്യം ഉണ്ടായിരുന്നു. NSSന്റെ മുൻഗാമി കേരളീയ നായർ സഭയാണ്. 1908 തൃശ്ശൂരിൽ കപ്പനക്കണ്ണൻ നായരുടെയും കൈനിക്കർ ഗോപിനാഥ് പിള്ളയുടെ സഹായത്തോടെയാണ് സ്ഥാപിച്ചത്. ഓക്കെ, പിന്നീട് പറയുന്നു 1914 ഒക്ടോബർ മാസം 31 NSS രൂപം കൊണ്ടു. പെരുന്നയാണ്. നായർ വൃദ്ധജന സംഘം എന്നായിരുന്നു 1914 രൂപീകരിക്കുമ്പോൾ ഇതിന്റെ പേര്. നായർ വൃദ്ധജന സംഘം എന്ന പേര് നൽകിയത് കപ്പന കണ്ണൻ നായരാണ്. 1915 ജൂലൈ മാസം 11 ഇത് NSS എന്ന പേരിൽ അറിയപ്പെട്ടു. NSS എന്ന പേര് ഈ സംഘടന നൽകിയത് ആരാണ്? K പരമപിള്ളയാണ്. ഇനി അടുത്ത പോയിന്റിലേക്ക് നമുക്ക് കിടക്കുന്ന സമയത്ത് NSSന്റെ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. NSSന്റെ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? മന്നത്ത് പത്മനാഭനാണെങ്കിൽ NSS എന്ന പേരിൽ നായർ സർവീസ് സൊസൈറ്റി അറിയപ്പെടുന്നു. NSSന്റെ ആദ്യ സെക്രട്ടറി ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ആസ്ഥാനം പെരുന്നയാണ് നമ്മൾ പറഞ്ഞു. NSSന്റെ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭനാണെങ്കിൽ NSSന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? K കേളപ്പനായിരുന്നു. ഓക്കെ, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന K കേളപ്പനായിരുന്നു NSSന്റെ ആദ്യത്തെ പ്രസിഡന്റ്. എന്നാൽ NSSന്റെ ആദ്യത്തെ ട്രഷറർ ആരാണെന്ന് ചോദിക്കും. NSSന്റെ ആദ്യത്തെ ട്രഷറർ ആരാണെന്ന് ചോദിച്ചാൽ പനങ്ങോട്ട് കേശവ പണിക്കരാണ്. ആദ്യത്തെ സെക്രട്ടറി മന്നത്ത് പത്മനാഭനാണ്. പ്രസിഡന്റ് K കേളപ്പനാണ്. ആദ്യത്തെ ട്രഷറർ ആരാണ്? പനങ്ങോട്ട് കേശവ പണിക്കരാണ്. ആദ്യ പേര് പറഞ്ഞു നായർ വൃദ്ധജന സംഘം എന്നാണ്. കപ്പനക്കണ്ണൻ നായരാണ് അതിന് പേര് നൽകിയത്. ഒരു കപ്പനക്കണ്ണൻ നായർ, ഒരു കപ്പനക്കണ്ണൻ മേനോൻ എന്നുകൂടെ പറയുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് NSS എന്ന് പേര് നൽകിയത് ആരാണ്? K പരമപിള്ളയാണ്. ഓക്കെ, മറക്കണ്ട, NSSന്റെ സ്വാഗത ഗീതം ഏതായിരുന്നു? അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്നതായിരുന്നു NSSന്റെ സ്വാഗത ഗീതം. മറക്കരുത്, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ ഒരു മേഖലയാണ് പറഞ്ഞത്. ഒരിക്കൽ കൂടെ ഒരു ചെറിയൊരു കാര്യം കൂടെ മാഷ് സൂചിപ്പിക്കാം. NSSന്റെ മുൻഗാമി കേരളീയ നായർ സഭയാണ് എന്ന് പറഞ്ഞു. 1908 ഇത് രൂപീകരിച്ചെന്ന് പറഞ്ഞു. എന്നാൽ കേരളീയ നായർ സമാജമുണ്ട്. കേരളീയ നായർ സമാജം ആരാണ്? C കൃഷ്ണപിള്ളയാണ്. മറക്കരുത്. ഓക്കെ, കേരളീയ നായർ സഭ കപ്പനക്കണ്ണൻ നായരുടെ കൈനിക്കർ ഗോപിനാഥ പിള്ളയുടെ സഹായത്തോടെ മന്നത്ത് പത്മനാഭൻ രൂപീകരിക്കുന്നു. കേരളീയ നായർ സമാജമാകുമ്പോൾ ആരാണ്? നമ്മുടെ പറയുന്നത് C കൃഷ്ണപിള്ളയാണ്. മറന്നു പോകരുത് കേട്ടോ. അത് അങ്ങനെ തന്നെ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. റെഡിയല്ലേ? ഈ മന്നത്ത് പത്മനാഭൻ NSS രൂപീകരിച്ചതായി നമ്മൾ പറഞ്ഞല്ലേ. എന്നാൽ അദ്ദേഹം ഒരു ആപ്തവാക്യം ഉണ്ടായിരുന്നു. എന്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണ്. എന്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണ് എന്ന് പറഞ്ഞത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. നേരത്തെ ആ സ്ലൈഡിൽ പറയേണ്ടതാണ്. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് മാറിപ്പോയതാണ്. എന്റെ ദേവനും ദേവിയും എന്ന് പറഞ്ഞത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. പിന്നെ പറയുന്നൊരു കാര്യമുണ്ട്, വൈക്കം സത്യാഗ്രഹം. 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്.
ഐത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് ഇത് വൈക്കം സത്യാഗ്രഹം. ഐത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സമരം ഏതാന്ന് വെച്ചാൽ ഏതാണ്? തളിക്ഷേത്ര സമരമാണ്. ഐത്തത്തിനെതിരെ നടന്ന ആദ്യ സമരം ഏതാണ്? തളിക്ഷേത്ര സമരമാണ്. ചെറുതായിട്ടൊന്ന് മാറി വന്നാൽ ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത സമരം ഏതാണെന്ന് വെച്ചാൽ വൈക്കം സത്യാഗ്രഹമാണ്. സംഘടിത സമരം എന്ന് പറഞ്ഞാൽ ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. ഓക്കെ, നമ്മളറിയാം 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. 1924 വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സവർണ ജാഥ നയിച്ചതാരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഒരു വലിയൊരു ചോദ്യമുണ്ട്, ആരുടെ അഭ്യർത്ഥന പ്രകാരമാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചത്? മഹാത്മാഗാന്ധിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് മന്നത്ത് പത്മനാഭൻ എന്ത് നയിക്കുന്നത്? സവർണ ജാഥ നയിക്കുന്നത്. 1924 നവംബർ 1 ആരംഭിച്ച സവർണ ജാഥ നവംബർ 12 ഇവിടെ എത്തുന്നത്, തിരുവനന്തപുരത്ത് എത്തുന്നത്. നവംബർ 12 തിരുവനന്തപുരത്ത് വരെ ഈ സവർണ ജാഥ നയിച്ചതാരാണ്? മന്നത്ത് പത്മനാഭനാണ്. പിന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, 1959 ഒന്നാം കേരള മന്ത്രിസഭയ്ക്കെതിരെ നടന്ന അതിശക്തമായ സമരമായിരുന്നു ഇത് വിമോചന സമരം, അല്ലെ? വിമോചന സമരം 5/4/1950 അധികാരത്തിലേറിയ ഒന്നാം കേരള മന്ത്രിസഭ, ഏഷ്യയിൽ ബാലറ്റ് പേപ്പറുടെ അധികാരത്തിലേറിയ ആദ്യത്തെ മന്ത്രിസഭ, ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് ഇത് ഒന്നാം കേരള മന്ത്രിസഭ. ഏഷ്യയിൽ ബാലറ്റ് പേപ്പറുടെ അധികാരത്തിലേറിയ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായ ഒന്നാം കേരള മന്ത്രിസഭ അധികാരത്തിന് പിരിച്ചുവിടുന്നത് 31/7/1959 31/7/1959 ഈ മന്ത്രിസഭ അധികാരത്തിന് പിരിച്ചുവിടാൻ ഇടയായ സമരമുണ്ടായിരുന്നു. ആ സമരമാണ് വിമോചന സമരം. വിമോചന സമരത്തിന് മുദ്രാവാക്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് തവണ കേട്ടതാണ്, അല്ലെ? കേട്ടില്ലേ നിങ്ങൾ? തെക്കത്തൊക്കൊരു ദേശത്ത് ഫ്ലോറിയ എന്നൊരു ഗർഭിണിയെ വെടിവെച്ചു കൊന്നൊരു പോലീസ്, രാജിവെക്കു പോ പുറത്ത് എന്നൊക്കെ ഉയർത്തിയ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ പടവരമ്പുകൾ ഏറ്റുപാടിയ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. ആ മുദ്രാവാക്യം ഉൾക്കൊണ്ട സമരമായിരുന്നു ഇത് വിമോചന സമരം. 1959 ചരിത്ര പ്രശസ്തമായ ഈ വിമോചന സമരം നയിച്ചതാരാണ്? മന്നത്ത് പത്മനാഭനാണ്. നമ്മൾ അടുത്ത പോയിലേക്ക് നമുക്ക് അടക്കാം. നമ്മൾ പറഞ്ഞു വൈക്കം സത്യാഗ്രഹത്തിന് ഭാഗമായി സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു ഏതാണ്? വിമോചന സമരം ഒന്നാം കേരള മന്ത്രിസഭയ്ക്കെതിരെ 1959 വിമോചന സമരം നയിച്ചത് ആര് തന്നെയാണ്? മന്നത്ത് പത്മനാഭൻ തന്നെയാണ്. പിന്നെ നമ്മൾ പറയുന്നതാണ്, ജാതി വിവേചനമില്ലാതെ തൻ്റെ കുടുംബക്ഷേത്രം എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുത്ത വ്യക്തിയാണ് ആര്? മന്നത്ത് പത്മനാഭൻ. നോക്കാം നമുക്ക് ആ ഭാഗത്തേക്ക്. നോക്കുന്ന സമയത്ത് ഏതാണ്? സജ്ജേട്ടാതി എൻ്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണെന്നാണ് ആര് പറഞ്ഞത്? മന്നത്ത് പത്മനാഭൻ പറഞ്ഞു. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. 1924 നവംബർ 1 ആരംഭിച്ച സമരം നവംബർ 12 ഇവിടെ എത്തുന്നത്, വൈക്കത്തെത്തുന്നത്. വിമോചന സമരത്തിന്റെ ഭാഗമായി ജീവശിഖ യാത്ര നയിച്ചതാരാണ്? മന്നത്ത് പത്മനാഭനാണ്. ജാതി വിവേചനമില്ലാതെ തൻ്റെ കുടുംബക്ഷേത്രം എല്ലാവർക്കുമായി തുറന്നു കൊടുത്ത നവോത്ഥാന നായകനാണ് ആര്? മന്നത്ത് പത്മനാഭൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആര് തന്നെയാണ്? മന്നത്ത് പത്മനാഭൻ തന്നെയാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഗുരുവായൂർ സത്യാഗ്രഹ നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹ വളണ്ടിയർ ക്യാപ്റ്റൻ AKG ആണ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. മറക്കരുത്, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കൽ കൂടെ ഒന്ന് പറഞ്ഞുതരാം. എൻ്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണെന്ന് പറഞ്ഞത് മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. വിമോചന സമരത്തിന്റെ ഭാഗമായി ജീവശിഖ യാത്ര നയിച്ചതും മന്നത്ത് പത്മനാഭനാണ്. ജാതി വിവേചനമില്ലാത്ത തന്നെ കുടുംബക്ഷേത്രം എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുത്തതും ആര് തന്നെയാണ്? മന്നത്ത് പത്മനാഭൻ തന്നെയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റും അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റും ആര് തന്നെയായിരുന്നു? മന്നത്ത് പത്മനാഭൻ തന്നെയായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞതാണ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. ഗുരുവായൂർ സത്യത്തിന് വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? AKG ആണ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? മന്നത്ത് പത്മനാഭൻ. മാറിപ്പോരുത്, ഗുരുവായൂർ സത്യത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ, വോളണ്ടിയർ ക്യാപ്റ്റൻ AKG ആണ്. സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഇപ്പൊ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. ഏതാണ്? താലികെട്ട് കല്യാണം. ഈ താലികെട്ട് കല്യാണം എന്ന് പറഞ്ഞാൽ അറിയാലോ, ശൈശവ വിവാഹമാണ് താലികെട്ട് കല്യാണം. അതായത് ഒരു 10-12 വയസ്സുള്ള ഒരു കുട്ടീനെ പിടിച്ചിട്ട് എന്ത് ചെയ്യാണ്, അതിനും പ്രായം കുറഞ്ഞ ഒരു 7-8 വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹം ചെയ്യിക്കുക. ഇതാണ് താലികെട്ട് കല്യാണം എന്ന് പറഞ്ഞാൽ. താലികെട്ട് കല്യാണം, അതുപോലെ തന്നെ തിരുണ്ടുക്കുളി എന്നീ അനാചാരങ്ങൾ നിർത്തലാക്കാൻ വേണ്ടി പോരാടിയ വ്യക്തിയാണ് ആര്? മന്നത്ത് പത്മനാഭൻ. അതേപോലെ തന്നെ നമ്മൾ BBC എന്ന് കേട്ടിട്ടുണ്ട് നിങ്ങൾ. ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനാണ് BBC. ഈ BBCയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ച നവോത്ഥാന നായകനാണ് ആര്? മന്നത്ത് പത്മനാഭൻ. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യത്തിൽ നമുക്കൊന്ന് കിടക്കാം. ഏതാണ്? താലികെട്ട് കല്യാണം മീൻസ് ശൈശവ വിവാഹം എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
തിരുണ്ടുക്കുളി എന്നീ ആരാധന നിർത്തലാക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ച വ്യക്തിയാണ് ആര്? മന്നത്ത് പത്മനാഭൻ. അതോടൊപ്പം നമ്മൾ പറഞ്ഞതാണ് BBC ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനിൽ മലയാളത്തിൽ പ്രസംഗിച്ച ഒരേയൊരു നവോത്ഥാന നായകനാണ് ആര്? മന്നത്ത് പത്മനാഭൻ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു 1959 വിമോചന സമരത്തിന് നേതൃത്വം നൽകി. അത് നമ്മൾ നേരത്തെ അപ്പുറം സ്ലൈഡ് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഒന്നുകൂടെ ഇവിടെ നിന്ന് സൂചിപ്പിക്കുന്നു. ഓക്കെ, വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. 1966 മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ബഹുമതി നൽകി ആചരിക്കണ്ടായിരുന്നു. ഓക്കെ, 1966 പത്മഭൂഷൺ ബഹുമതി നൽകാൻ മന്നത്ത് പത്മനാഭനെ ആചരിച്ചിട്ടുണ്ടെങ്കിൽ 1989 മന്നത്ത് പത്മനാഭനെ ആദരിച്ചുകൊണ്ട് ഇന്ത്യ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. ഓക്കെ, പിന്നെ പറയുന്നു മന്നത്ത് പത്മനാഭനെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് ആത്മകഥയുണ്ട്. എൻ്റെ ജീവിത സ്മരണകളാണ് മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ. ഏതാണ്? എൻ്റെ ജീവിത സ്മരണകളാണ് മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ എന്ന് പറഞ്ഞാൽ. എന്നാൽ മന്നത്ത് പത്മനാഭനും അദ്ദേഹത്തിന്റെ ആദരണീയനായ സുഹൃത്തുണ്ട്. ആരാണ്? ആർ ശങ്കർ. മന്നത്ത് പത്മനാഭന്റെ ആദരണീയനായ സുഹൃത്താണ് ആര്? ആർ ശങ്കർ. മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് ഹിന്ദു മഹാമണ്ഡലം രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്നാണ് എന്ത് രൂപീകരിച്ചത്? ഹിന്ദു മഹാമണ്ഡലം രൂപീകരിച്ചത്. എന്നാൽ മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് രൂപീകരിച്ച ഒരു പാർട്ടിയുണ്ട്, ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി. ഓക്കെ, മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണ് ഇത് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി. എന്നാൽ മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്നാണ് ഹിന്ദു മഹാമണ്ഡലം രൂപീകരിച്ചത്. മാറിപ്പോരുത് കേട്ടോ. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. ഏതാണ്? ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും രൂപീകരിച്ച പാർട്ടിയാണിത് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി. ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും ചേർന്ന് ഹിന്ദു മഹാമണ്ഡലം കൂടി ഇന്ത്യയിൽ രൂപീകരിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടെ നോക്കാം. താലികെട്ട് കല്യാണം, തിരുണ്ടുക്കുളി എന്നീ അനാചാരങ്ങൾ നിർത്തലാക്കുന്നതിന് വേണ്ടി പോരാടിയ വ്യക്തിയാണ്, നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. BBC-യിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ച നവോത്ഥാന നായകനും മന്നത്ത് പത്മനാഭനാണ്. 1959 വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ മന്നത്ത് പത്മനാഭൻ 1966 പത്മഭൂഷൺ ലഭിച്ചതും മന്നത്ത് പത്മനാഭനാണ്. പറയുന്നു 1959 മന്നത്ത് പത്മനാഭനെ ആദരിച്ചുകൊണ്ട് ഇന്ത്യ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കുന്നത്. ആർ ശങ്കർ മന്നത്ത് പത്മനാഭന് ചേർന്ന് ഹിന്ദു മഹാമണ്ഡലം രൂപീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ രൂപീകരിച്ച പാർട്ടിയാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി. എന്ന് നമുക്ക് മന്നത്ത് പത്മനാഭന്റെ അടുത്ത ഭാഗത്തേക്ക് കടക്കാം. സെറ്റല്ലേ? പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഉഷാരായിട്ട് പഠിക്കുന്നില്ലേ? നല്ല ഊർജ്ജത്തോടു കൂടി ഇങ്ങനെ ജമ്പ് ചെയ്ത് വരണം. ഓക്കെ, നെക്സ്റ്റ് വൺ, അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. 1921 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ കേരള നവോത്ഥാന നായകന്മാരിൽ ഒരാളാണ് ആര്? മന്നത്ത് പത്മനാഭൻ. 1921 മന്നത്ത് പത്മനാഭൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുന്നത്. എന്നാൽ ഈ മന്നത്ത് പത്മനാഭനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് 1947 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായി. INC 47 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായ കേരളീയ നവോത്ഥാന നായകനാണ് ആര്? മന്നത്ത് പത്മനാഭൻ. ഇത് 1947 തന്നെയാണ് മന്നത്ത് പത്മനാഭൻ എന്ന് നടന്നത് മുതുകുളം പ്രസംഗം നടന്നത്. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിനെതിരെയാണ് 1947 മന്നത്ത് പത്മനാഭൻ എന്ന് നടത്തുന്നത് മുതുകുളം പ്രസംഗം നടത്തുന്നത്. ഇടയില്ലേ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു വിമോചന സമരത്തിന്റെ ഭാഗമായി എന്നാണ് ജീവശിഖ യാത്ര നടത്തിയത് നമ്മൾ പറഞ്ഞു അല്ലേ? സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണെന്ന് പറഞ്ഞു. 47 മുതുകുളം പ്രസംഗം നടത്തിയ ആര്? മന്നത്ത് പത്മനാഭൻ. ഇത് മൂന്നും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത് കേട്ടോ. ഈ 47 മുതുകുളം പ്രസംഗം നടത്തിയ മന്നത്ത് പത്മനാഭന് 1949 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് എന്ത് ചെയ്യുന്നത്? തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്ന സമയത്ത് ഏതാണ്? 1925 NSS ഇന്ത്യൻ കമ്പനി ആക്ട് പ്രകാരം എന്ത് ചെയ്യുന്നത്? രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ NSS അപ്പുറം പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അവിടെ പറയാൻ വിട്ടുപോയ കുറച്ച് പോയിന്റുകൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക കേട്ടോ. 1925 ഇന്ത്യൻ കമ്പനി ആക്ട് പ്രകാരം എന്ത് ചെയ്യുന്നത്? NSS രജിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ, NSSന്റെ ആദ്യത്തെ കരയോഗം നടന്നത് തട്ടയിൽ വെച്ചാണ്. എവിടെയാണ്? തട്ടയിൽ വെച്ചാണ് NSSന്റെ ആദ്യത്തെ കരയോഗം നടന്നത്. NSSന്റെ ആദ്യ സ്കൂൾ സ്ഥാപിതമായത് എവിടെയാണ്? കറുകച്ചാലിലാണ്. NSSന്റെ ആദ്യ സ്കൂൾ സ്ഥാപിതമായത് കറുകച്ചാലിലാണ്. NSS മുഖപത്രം സർവീസാണ്. NSSന്റെ ആദ്യത്തെ കരയോഗം എവിടെയാണ്? തട്ടയിൽ വെച്ചാണ്. എന്നാൽ NSSന്റെ ആദ്യത്തെ ആശുപത്രി സ്ഥാപിതമായത് എവിടെയാണ്? പന്തളത്താണ്. NSSന്റെ ആദ്യ കോളേജ് എവിടെയാണ്? ചങ്ങനാശ്ശേരി ഹിന്ദു കോളേജാണ് ഇത് NSSന്റെ ആദ്യ കോളേജ്. NSSന്റെ മുഖപത്ര സർവീസാണ്. 1925 കമ്പനി ആക്ട് പ്രകാരമാണ് NSS രജിസ്റ്റർ ചെയ്യുന്നത്. NSSന്റെ ആദ്യത്തെ കരയോഗം തട്ടയിൽ വെച്ചാണ്. NSSന്റെ ആദ്യ സ്കൂൾ സ്ഥാപിതം കറുകച്ചാലിലാണ്. NSSന്റെ ആദ്യത്തെ ആശുപത്രി എവിടെയാണ്? പന്തളത്താണ്. NSSന്റെ ആദ്യത്തെ കോളേജ് ഏതാണ്? ചങ്ങനാശ്ശേരി ഹിന്ദു കോളേജാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ എന്താണ് പറയുന്നത്? ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ പറയുമ്പോൾ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചോളും. ആദ്യത്തെ കരയോഗം എവിടെയാണ്? തട്ടയിലാണ്.
ആദ്യത്തെ സ്കൂൾ എവിടെയാണ്? കരകച്ചാലിലാണ്. ആദ്യത്തെ ആശുപത്രി എവിടെയാണ്? പന്തളത്താണ് ആദ്യത്തെ ആശുപത്രി സ്ഥാപിതമായത്. ആദ്യത്തെ കോളേജ് ഏതാണ്? ചങ്ങനാശ്ശേരി ഹിന്ദു കോളേജാണ് ഏത്? ആദ്യത്തെ കോളേജ്. അപ്പോൾ നമ്മൾ ഈ മന്നത്ത് പത്മനാഭനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് 1970 ഫെബ്രുവരി മാസം 25-ാം തീയതിയാണ് മന്നത്ത് പത്മനാഭൻ അന്തരിക്കുന്നത്. 1959 ഏഷ്യയിൽ ബാലറ്റ് പേപ്പറുടെ അധികാരത്തിലേറിയ ഒന്നാം കേരള മന്ത്രിസഭയെ പുറത്താക്കിയ ചരിത്ര പ്രശസ്തമായ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ NSSന്റെ സ്ഥാപക നേതാവായ മന്നത്ത് പത്മനാഭൻ ഇവിടെ അവസാനിക്കുകയാണ്. വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്ലാസ്സാണ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർ, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ വായിച്ച് ഇത് പഠിച്ച് നോട്ട് എന്ത് ചെയ്യണം? സെറ്റ് ചെയ്ത് നിർബന്ധമായിട്ട് വെക്കണം. ഓക്കെ, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് ഷെയർ ചെയ്യുക, കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണം, മറക്കരുത്. നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കൂടുതൽ വിവരങ്ങളും മറ്റൊരു ക്ലാസ്സുമായി നമ്മൾ വീണ്ടും അടുത്ത ക്ലാസ് കാണാം. എല്ലാവർക്കും വിജയാശംസകൾ.